ഗൈസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഗൈസ് ഇനിയും നിങ്ങൾ ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ആളെന്നതും എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഹോം പേജിൽ അതായത് നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് വരും. ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിലൂടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സൈനപ്പ് ചെയ്തിട്ടുള്ള എല്ലാ ജിമെയിൽ ഐഡീസും കാണിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് അതിൽ സക്സസ്ഫുൾ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഐ ഡി വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും ആദ്യം എത്തുന്നത്. അപ്പോൾ ഇതൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അതായത് നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എത്ര കോയിനാണ് കിട്ടുന്നതെന്ന് അവർ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫസ്റ്റ് കിടക്കുന്ന ആ Dream11 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 3040 കോയിനാണ് കിട്ടുന്നത്. സെക്കൻഡ് ഹെൽത്തിഫൈ മീ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് 40 രൂപ കിട്ടും. അതേപോലെ ധാരാളം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ കാണാമെന്നാണ് ഇഷ്ടം പോലെ. അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തതുമായ നിരവധി ആപ്ലിക്കേഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ മണി ഏൺ ചെയ്യാം, അതായത് ഇതൊക്കെ നിങ്ങൾക്ക് കോയിനായിട്ടെല്ലാം നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഇതിൽ നിന്നും സെക്കൻഡ് ഒരു ഓപ്ഷനായിട്ട് നോക്കി നിങ്ങൾക്ക് ആ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻസുകളുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനെല്ലാം ഇൻസ്റ്റാൾ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് കോയിൻ കാണിക്കുന്നതിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് ഏറ്റവും ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഐക്കൺ, ഒരു നോട്ടിഫിക്കേഷൻ്റെ ഐക്കൺ പോലെ വന്നിട്ടൊന്ന് സ്കിപ്പ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഡെയിലി ലോഗിൻ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ഡെയിലി ലോഗിൻ ചെയ്യുന്ന വഴി 10 കോയിൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പ്ലോർ 1 ആപ്പ്. അതേപോലെ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 20 കോയിൻ, അതേപോലെ 40 കോയിൻ, അങ്ങനെ 60 കോയിൻ വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഡെയിലി ലോഗിൻ എന്നുള്ളിടത്തുനിന്ന് ക്ലെയിം ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നിങ്ങൾ ആ ക്ലെയിം ലോഗിൻ എന്നുള്ളിടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ലോഡ് ആവുന്നത്. അപ്പം നിങ്ങൾക്ക് ഡെയിലി ഈ ബോണസ് ഇപ്പം ക്ലെയിം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഫ്രണ്ട് ഹോം പേജിൽ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 10 കോയിൻ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും പേടിഎമ്മിൻ്റെ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. സെക്കൻഡ് നിങ്ങൾക്ക് വാലറ്റിലേക്ക് ആപ്ലിക്കേഷനിലെ കോയിൻസ് എങ്ങനെ നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള കാണിക്കാം. മെയിൻ സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വാലറ്റിൻ്റെ ഐക്കൺ കാണാൻ പറ്റുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാലറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അതായത് നമുക്കിപ്പോൾ കോയിനാണ്. അപ്പം 10 കോയിൻ എന്ന് വെച്ചാൽ 1 രൂപയായിട്ടാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇതിൽ മിനിമം വിഡ്രോ എന്ന് വരുന്നത് 30 കോയിൻ വേണം. 30 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം 10 കോയിനാണെന്ന് വെച്ചാൽ 1 രൂപയാണുള്ളത്. അപ്പം 30, അതായത് മിനിമം വിഡ്രോ വരുന്നതെന്ന് വെച്ചാൽ 3 രൂപയാണ് മിനിമം വിഡ്രോ വരുന്നത്. അപ്പം നിങ്ങൾക്ക് 30 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേടിഎമ്മിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻസാണ്. ഇപ്പം നമുക്കിവിടെ 30 സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പേടിഎം നമ്പർ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേടിഎമ്മിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷനിൽ വിഡ്രോ ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. ഇൻസ്റ്റാൻറ്റ് വിഡ്രോ ആണ്. വെറും 2 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിൽ പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഗൈസ്, പിന്നെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കോയിൻ ഉണ്ടെങ്കിൽ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു 3 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. എന്നാൽ സെക്കൻഡ് ആപ്ലിക്കേഷനിൽ നിന്ന് അതേപോലെയല്ല. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക്
നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് ഇൻസ്റ്റാൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാം. പേയ്മെൻറ്റ് പ്രൂഫും അതേപോലെ വിഡ്രോ ചെയ്ത പ്രൂഫ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പം ഫസ്റ്റ് ആപ്ലിക്കേഷൻ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതന്നെയാണ് പറയുന്നത്, വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പം വീഡിയോ കുറച്ച് കണ്ടിട്ട് പോയി എടുത്തവർക്കെല്ലാം അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഇനി അവർക്ക് തീരുമാനിക്കുക ഇനി ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ സെക്കൻഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും ആപ്ലിക്കേഷൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസ് വരും. ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് എഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ബിസിനസ്, ടെക് ന്യൂസ്, സ്പോർട്സ്, ബോളിവുഡ് ഇങ്ങനെയെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ആഡ്സ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബിസിനസ് എന്നുള്ളിടത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ബിസിനസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വന്നു വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മണി ഏൺ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ആഡ്സ് ഒരു ലോഗോ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊന്ന് ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെ നിന്ന് 2 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 സെക്കൻഡുള്ള ഒരു ആഡ് വരും. ആഡ് നിങ്ങളൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആഡ് വന്നിട്ടുണ്ട്. ആ ആഡ് ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ബോണസ് ആഡഡ് എന്ന് പറഞ്ഞ്. ഇതേപോലെ നിങ്ങളൊരു 7-8 എണ്ണം ഇതേപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 200 കോയിനാണ്. 200 കോയിനായാൽ നിങ്ങൾക്ക് 2 രൂപയായിട്ട് നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഫയറിലേക്കും അതേപോലെ തന്നെ പബ്ജിയിലേക്കും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഇവിടെ 215 കോയിൻസ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ വിഡ്രോ ചെയ്ത് കാണിക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് റെഡീം എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. റെഡീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ജസ്റ്റ് ഒരു ആഡ്സ് വരും. ആ ആഡ്സ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ടാണോ വിഡ്രോ, അതായത് പേടിഎമ്മിലേക്കാണോ ഫ്രീ ഫയറിലേക്കാണോ അതേപോലെ തന്നെ പബ്ജിയിലേക്കാണോ വിഡ്രോ ചെയ്യാനുള്ളത്, ഏതിലേക്കാണോ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ആണെങ്കിൽ അതൊന്ന് എഗ്രി ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പേടിഎം വേണമെങ്കിൽ പേടിഎം, ഫ്രീ ഫയർ വേണമെങ്കിൽ ഫ്രീ ഫയർ, അതേപോലെ പബ്ജി വേണമെങ്കിൽ പബ്ജി ഏതാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പേടിഎം ആണ് കൊടുക്കുന്നത്. പേടിഎം എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 200 കോയിൻ ആണെങ്കിൽ 2 രൂപ വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി 120 രൂപ വെച്ച് അൺലിമിറ്റഡ് ആയിട്ട് വിഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് ഇടയിലൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ 200 കോയിൻ വിഡ്രോ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ പേടിഎമ്മിന് ഒരു ഫസ്റ്റ് ആണ് പേടിഎമ്മിന് കൊടുക്കുന്നുണ്ട്. പേടിഎം നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡീം നൗ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ആഡ്സ് വരും. അതൊന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ സക്സസ്ഫുൾ ആയിട്ട് റെഡീം ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് 24 മണിക്കൂറിന് ശേഷം നമ്മുടെ പേടിഎം അക്കൗണ്ടിലേക്ക് ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നാൽ 27 മണിക്കൂർ കൊണ്ട് ഇൻസ്റ്റാൻ്റ് ആയിട്ട് കയറും നിങ്ങൾക്ക്. അപ്പോൾ അവർ കാണിക്കുന്ന കൺഗ്രാജുലേഷൻ യുവർ റെഡീം റിക്വസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓക്കെ ഒന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റെഡീം എന്നുള്ളിടത്ത് ഒന്ന് റീഫ്രഷ് ചെയ്തതിന് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് റെഡീം ചെയ്തതിൻ്റെ. ഇപ്പം നമുക്കിവിടെ റെഡ് നിറത്തി പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിഎം വാലറ്റിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ ഗ്രീൻ കളറിൽ സക്സസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.